കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് ചോദിച്ച സംശയമാണ്, തൈരിനകത്ത് സോഡ ചേർത്ത് കുടിച്ചു കഴിഞ്ഞാൽ ഗ്യാസ് ശല്യം പെട്ടെന്ന് മാറുമോ എന്നുള്ളത്. നമ്മുടെ നാട്ടിലെ പലരും വളരെ കോമൺ ആയിട്ട് ചെയ്യുന്ന കാര്യമാണ്. ഭയങ്കര ഗ്യാസ് ട്രബിൾ എന്ന് പറഞ്ഞ് അടുത്ത കടയിൽ പോയി സോഡ വാങ്ങിച്ച് കുടിക്കുന്ന ഒരു സ്വഭാവം. സോഡ കുടിച്ച് ഏമ്പക്കം പോയാൽ ഗ്യാസ് കുറഞ്ഞു എന്ന് വിചാരിക്കാറുണ്ട്. സോഡയ്ക്ക് പകരം പലവിധ കോളകൾ വാങ്ങി കുടിക്കുന്ന ആൾക്കാർ വരെ നമ്മുടെ നാട്ടിലുണ്ട്. യഥാർത്ഥത്തിൽ ഇതെല്ലാം കുടിച്ചു കഴിഞ്ഞാൽ ഗ്യാസ് ശല്യം കുറയുമോ? വിശദീകരിക്കാം. സോഡയ്ക്കകത്ത് വളരെ ഉയർന്ന മർദ്ദത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് വാതകം മിക്സ് ചെയ്തിട്ടുണ്ട്. അതായത് ആ വെള്ളത്തിനകത്ത് നിറച്ച് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്. അതിപ്പോൾ സോഡ ആയിക്കോട്ടെ, പലതരത്തിലുള്ള കോളകൾക്കകത്തും കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്. നമ്മളിത് കുടിക്കുന്ന സമയത്ത് അത് നമ്മൾ നേരിട്ട് കുടിച്ചാലോ ഇല്ലെങ്കിൽ മോര് തൈര് ഇതിനകത്തൊക്കെ മിക്സ് ചെയ്ത് കുടിച്ചിരുന്നാലോ ഇത് നമ്മുടെ വയറിനകത്തേക്ക് ചെല്ലുന്ന വയറിനകത്തുള്ള ചൂട് തട്ടുന്ന സമയത്ത് ഇതിനകത്തുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ഈ വെള്ളത്തിൽ നിന്നും പെട്ടെന്ന് പുറത്തുനിന്ന് വാതകമാവും. ഈ വാതകം വയറിനകത്ത് വന്ന് നിറയുമ്പോൾ നമുക്ക് ഏമ്പക്കം പോലെ പുറത്തേക്ക് പോകുന്നു. അതായത് നമ്മൾ കുടിക്കുന്ന വെള്ളത്തിനകത്തുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ആണ് വയറിൽ ചെന്ന് പുറത്തേക്ക് വരുന്നത്. പലർക്കും ഇത്തരത്തിൽ പുറത്തേക്ക് ഒരു ഏമ്പക്കം ഗ്യാസ് പോകുമ്പോൾ ഒരു ആശ്വാസം ഫീൽ ചെയ്യുന്നു. എന്നാൽ വയറിനകത്തുള്ള ഗ്യാസോ അല്ലെങ്കിൽ മറ്റ് ഒന്നുമല്ല പുറത്തേക്ക് പോകുന്നത്, നമ്മൾ കുടിച്ച വെള്ളത്തിനകത്തുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഇതിന്റെ പേരിൽ നമുക്ക് പ്രത്യേകിച്ച് ഗ്യാസിന്റെ മാറുകയോ അല്ലെങ്കിൽ ദഹനക്കേട് മാറുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് മനസ്സിന് ഇത് കുടിക്കുന്ന വയറിനകത്ത് നിന്ന് ഏമ്പക്കം പോകുന്നതിന്റെ ഒരു മാനസിക ആശ്വാസം മാത്രമാണ് സംഭവിക്കുന്നത്. എന്നാൽ മോര് കുടിക്കുന്നത് നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ കുടലിനകത്ത് ഒരു മികച്ച പ്രോബയോട്ടിക് ഭക്ഷണമായതുകൊണ്ട് തന്നെ കുടലിന്റെ ദഹനത്തിനകത്തും നമ്മുടെ കുടലിനകത്തുള്ള ഗുണകരമായിട്ടുള്ള ബാക്ടീരിയകൾക്ക് നല്ലതാണ്. എന്നതിനുപരിയായിട്ട് മോരിനകത്തോ തൈരിനകത്തോ സോഡ ചേർത്താൽ പ്രത്യേകിച്ച് ഒരു പ്രത്യേക ഗുണവും ഉണ്ടാകുന്നില്ല. ഇത് സോഡ കുടിക്കാൻ ഇഷ്ടപ്പെടുന്ന എല്ലാവരുടെ അറിവിലേക്കായിട്ട് ഒന്ന് ഷെയർ ചെയ്യുന്നു.